കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. 37-ാം സങ്കീർത്തനം അതിൻ്റെ 39-ാമത്തെ വാക്യം. നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗം ആകുന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇവിടെ പറയുന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു, അവരുടെ കഷ്ടകാലത്ത് ദൈവം അവരുടെ ദുർഗമാകുന്നു. അല്ലേ? അപ്പോൾ ഒന്നാമത്തെ രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒന്ന്, നീതിമാന്മാർക്ക് രക്ഷയുണ്ട്, നീതിമാന്മാർക്ക് കഷ്ടമുണ്ട്. അല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് കഷ്ടതയുണ്ട്, പ്രത്യേകിച്ച് നീതിമാന്മാരുടെ ജീവിതത്തിനകത്ത് കഷ്ടതയുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു മേഖല അതിനകത്തുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുന്നതിനകത്ത്, എല്ലാവരും തിരുവചനത്തിൻ്റെ ആഴങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ വേദപുസ്തകത്തിൽ നീതിയോടെ നടന്നിട്ടുള്ള എല്ലാവർക്കും ഉപദ്രവങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. അല്ലേ? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്ത്യാനിയായിട്ട് കട്ട സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതുപോലെ തന്നെ സ്തോത്രം, നന്നായി ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ലോകത്തിൽ ഉപദ്രവങ്ങൾ ഉണ്ടാകും എന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. യേശു കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഭാഗവും അനുഗ്രഹീതമാണ്. അപ്പം ഈ വിധ വിഷയങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിനകത്ത് എന്തു വരും? കഷ്ടതയുണ്ട്. നമ്മുടെ ജീവിതത്തിന് എന്തുണ്ട്? പ്രയാസമുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ നീതിമാന്മാർക്ക് യഹോവയിൽ നിന്ന് രക്ഷ വരുന്നു എന്ന് ബൈബിൾ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. അല്ലേ? വേദപുസ്തകം നമ്മൾ പരിശോധിച്ചാൽ കഷ്ടതയിലൂടെ പോയ നീതിമാന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. നോഹയുടെ കാലഘട്ടം നിങ്ങൾ ചിന്തിച്ചേ. സ്തോത്രം, ഹല്ലേലൂയ. മക്കളും ഭാര്യയും മരുമക്കളെല്ലാം പ്രൈസലോ പെട്ടകത്തിലേക്ക് വന്നൊരു മേഖലയെ നമുക്ക് കാണാൻ കഴിയും. അല്ലേ? എന്നാൽ തിരുവചനത്തിൻ്റെ ഇല്ലെങ്കിൽ അന്ന് ദൈവം നോഹയ്ക്കേൽപ്പിച്ച സന്ദേശത്തെ അന്നത്തെ സമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്തില്ല. അവർ നിന്ദിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു എന്നുള്ള ദൈവശാസ്ത്ര ലോകം വ്യക്തമാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു കഷ്ടതയായിട്ട് നോഹയുടെ ജീവിതത്തിനകത്ത് വന്നില്ലേ? അബ്രഹാം എന്ന ദൈവമനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് മക്കളില്ലാത്തത് ഒരു കാലം വരെയുള്ള കഷ്ടതയായിരുന്നു. പക്ഷെ ദൈവം അവന് രക്ഷ കൊടുത്തു എന്നുള്ളത് സത്യമല്ലേ? ഇസഹാക്കിന്റെ ജീവിതത്തിൽ സ്തോത്രം ഒരു കാലഘട്ടം വരെ തിന്മകൾ, കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ രക്ഷ സമയമായപ്പോൾ ഇസഹാക്കിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വന്നു. ഇനി യോസേപ്പിന്റെ ജീവിതം പരിശോധിച്ച്, യോസേപ്പ് ജീവിതത്തിൽ ഏറ്റവും അധികം കഷ്ടതകൾ അനുഭവിച്ചൊരു മനുഷ്യനാണ് പിതാക്കന്മാരിൽ വെച്ച്. പൊട്ടക്കിണറിൽ വീഴേണ്ടി വരുന്ന അനുഭവങ്ങൾ, പോത്തിപ്പന്റെ വീട്ടിൽ ദാസ്യ വേല ചെയ്യേണ്ടി വരുന്ന അനുഭവങ്ങൾ, ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിലേക്ക് പോകേണ്ടി വന്ന അനുഭവങ്ങൾ, ഇതെല്ലാം കടന്നു വന്നിട്ടും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, സമയമായപ്പോൾ യഹോവയുടെ രക്ഷ യോസേപ്പിന് വേണ്ടി ചലിപ്പാൻ തക്കവണ്ണം ഇടവന്നു. സ്തോത്രം. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ നീതിമാൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശു കർത്താവാണ്. യേശു കർത്താവിൻ്റെ ജീവിതത്തിനകത്ത് ക്രൂശ് മരണം വന്നില്ലേ? ക്രൂശിലെ കഷ്ടത അനുഭവിക്കേണ്ടി വന്നില്ലേ? വന്നു. പക്ഷേ സ്തോത്രം, ഉയർപ്പെന്ന ദൈവത്തിൻ്റെ രക്ഷയും യേശു കർത്താവിന് വേണ്ടി വെളിപ്പെട്ടു വന്നില്ല. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നീതിമാന്മാർക്ക് രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു. കഷ്ടത വന്നാൽ നിങ്ങൾ ഭയപ്പെടരുത്. ആ സമയത്ത് ദൈവം ദുർഗമായി നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ട് സമസ്തവും ഏൽപ്പിക്കുന്ന മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.